ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരിമ്പിൻ ജ്യൂസ് ബിസിനസ് ഉണ്ടല്ലോ. അത് പുതിയതല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യാനും അത് നെക്സ്റ്റ് ലെവലിൽ ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കരിമ്പിൻ ജ്യൂസ് ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കാറ്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരം കുറച്ചുകൂടി ഫ്രഷ് ആവാനും കുറച്ചുകൂടി എനർജി വരാനായിട്ടാണ് നമ്മൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ യാതൊരുവിധ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിന് ഇത് വളരെ നല്ലതുമാണ്. പക്ഷേ നമ്മൾ ഭൂരിഭാഗം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഫ്രഷ് ജ്യൂസും അതിൻ്റെ ഒപ്പം കരിമ്പിൻ ജ്യൂസും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഓർഡർ ചെയ്യുക ചിലപ്പോൾ ഫ്രഷ് ജ്യൂസുകളായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഡിഫറൻസ് ആണ്, ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ ഫ്രഷ് ജ്യൂസിൻ്റെ ഒപ്പം കരിമ്പിൻ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലേക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാറ്റാനായിട്ട് സഹായിക്കും. അത് എങ്ങനെയാണെന്നല്ല, ഇപ്പം നോർമലി നമ്മൾ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ മധുരം കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര മേക്ക് ചെയ്യുന്നത് ഈ കരിമ്പിൻ ജ്യൂസിൽ നിന്നാണ്. സോ ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഈ ഫ്രഷ് ജ്യൂസിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മധുരത്തിന് ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള മധുരം ഉണ്ടായിരിക്കില്ല, പക്ഷേ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതുമല്ല. പിന്നെ കരിമ്പിൻ ജ്യൂസ് ഒരേ ഫ്ലേവറാണെന്നുള്ളൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം ജ്യൂസുകൾ ഒരു ബ്രാൻഡിങ് പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാളുകളിലാണെന്നുണ്ടെങ്കിലും ഹോട്ടൽസിലാണെങ്കിലും നല്ല പ്രൈസിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് മെഷീന് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഒരു 45,000 രൂപ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 1 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഒരു ജ്യൂസായിട്ട് നിങ്ങൾക്കിത് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾ ബിസിനസ്സിൽ ഇറങ്ങാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.